എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഓഡിയൻസിന്റെ റെസ്പോണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എല്ലാവരും പോയി സിനിമ കാണണം. ആ ബാക്കി കണ്ടിട്ട് പറയാം. ഭയങ്കര സന്തോഷത്തിലാണ്, കുറച്ച് ഇമോഷണലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് സന്തോഷം. അതെ അതെ, എല്ലാ ഇമോഷണലും അങ്ങനെ ആയിട്ടാണ് വരുന്നത്. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ ടൈപ്പാണ്. എന്റെ ഫസ്റ്റ് സീൻ തന്നെ ദിലീപേട്ടന്റെ കൂടെയായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു. ഓക്കെ, അതെ അതെ. നിങ്ങൾ കണ്ടില്ലേ പടം? കണ്ടില്ലേ? ശരി, നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും ന്യൂ കമേഴ്സ് ആണ്, സപ്പോർട്ട് ചെയ്യുക. ശരി, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. കോമഡിയാണ്. നല്ല, അതെ, നല്ല പടമാണ്. അതെ അതെ, ഫാമിലി എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരെയും ഒന്നിച്ച് പറയാനില്ല. ഒരാളായിട്ട് പറയാൻ പറ്റില്ല, എല്ലാവരും നന്നായിരുന്നു. പിന്നെ തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ. ആ, ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് തിരിച്ചു വരവാണോ. ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല തിരിച്ചു വരാൻ. ദിലീപേട്ടന്റെ അഭിനയം സൂപ്പർ തന്നെയാണ്. അന്നും അത് പൊടിയെ തട്ടാനില്ല, ഒന്നുകൂടി മാറ്റി പിടിച്ചു. ആ, സൂപ്പറാണ്. നന്നായിട്ട് വർക്ക് ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി പടാണ്. നന്നായിട്ട് ചിരിച്ച് ലാസ്റ്റ് അവനെ വിളിക്കുന്ന ചെറിയ വിഷമുണ്ടായിരുന്നു. ചെറുതായിട്ട് ദിലീപേട്ടൻ ഇത്രയും കാലം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്തില്ലെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. നമ്മൾ അതിനകത്തൊരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ്. ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. കുടുംബമായിട്ട് കുട്ടികൾ ഒത്തുപോയി കാണാൻ പറ്റുന്ന പടമാണ്. ചിരിക്കാം, കരയാം, നമുക്ക് പറ്റുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി ഇങ്ങനെ ഒരു നല്ല പ്രൊഡക്ഷനിൽ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. സോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിനിമ കണ്ടിട്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. സോ ബാക്കി എല്ലാവരും കണ്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റി കൂടുതൽ പറയാം. അയ്യോ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പം കൈയടിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കുന്നതല്ലേ. സോ അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും അവനവന് കൊടുത്തത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. സൂപ്പറാ. എന്തായാലും ഫീൽ ഗുഡ് മൂവിയാണ്, വന്നിരുന്ന് കാണാം. എന്താ പറയാ, നല്ല രസമുണ്ട്. ദിലീപേട്ടന്റെ എന്താ പറയാ, പഴയൊരു ആക്റ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം. കൊള്ളാം. പറക്കും തളിക ആ ഒരു അപ്ഡേഷൻ എന്ന് പറയാം. കൊള്ളാം. ഇത്രയും ടെൻഷന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മൂവി സൂപ്പർ ആയിട്ടുണ്ട്. 5 നായകന്മാർ, എല്ലാവരും നായകന്മാർ തന്നെ. പക്ഷെ എനിക്ക് അമ്മച്ചിയാണ് ഇഷ്ടപ്പെട്ടെ. സൂപ്പറാ. അവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ എപ്പോഴും നല്ല സൂപ്പറാ. ഫാമിലി മൂവിയാണ്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ലൈഫ് ലോങ് സിംഗിൾ ആയിട്ട് ഡിപ്രഷൻ അടിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള മൂവിയാണ്. കൊള്ളാം. എല്ലാവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അതെല്ലാം കാണിച്ചിട്ടുണ്ട്. കൊള്ളാടേ. പിന്നെ അപ്പോൾ ജനപ്രിയ നായകന്റെ ഒരു ജനപ്രളയ സിനിമയാണ് പവി കെയർടേക്കർ സിനിമ. കോമഡിയുടെ മാരക നമ്പറുമായിട്ട് ദിലീപേട്ടൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, തെങ്കാശിപ്പട്ടണം, പറക്കും തളിക, മൈ ബോസ്, മിസ്റ്റർ മരുവൻ, മായാമോഹിനി എന്നീ സിനിമകൾക്ക് ശേഷം കോമഡിയുടെ ഒരു മാരക ഒരു ഐറ്റം തന്നെയാണ് പവി കെയർടേക്കർ. നിങ്ങൾക്ക് ചിരിച്ച് മതി വരുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സംഭവങ്ങളുള്ള മികച്ചൊരു എന്റർടൈൻമെന്റ് സിനിമയാണ്. പക്ക ഫീൽ ഗുഡ് മാസ് എന്റർടൈൻമെന്റ് സിനിമയാണ്. കോമഡി മാത്രമല്ല, എല്ലാ സീരിയസ് എലമെന്റ്സും ഉള്ള ഒരു പക്ക ദിലീപേട്ടന്റെ സിനിമയാണ്. അപ്പോൾ ദിലീപേട്ടനെ സ്നേഹിക്കുന്നവർ എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അടിപ്പക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രം സിനിമയിലൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ജനപ്രിയ നായകൻ വിളിക്കുന്നത്. ഏത് കഥാപാത്രം, ഏത് സാധാരണക്കാരനായിട്ടുള്ള കഥാപാത്രം ചെയ്യാന്നുള്ള മനസ്സാണ് ദിലീപേട്ടന് കൊണ്ട് മനസ്സിലാക്കുന്നു. പോലെയാണ് ഫീൽ ചെയ്തത്. ആവറേജ് തന്നെയായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫിലെ കോമഡി ഒന്നും പലതും അങ്ങോട്ട് ആയിട്ടില്ല. നമ്മൾ കുറച്ച് ദിലീപിന്റെ പടം എന്ന് പറഞ്ഞ് വരുമ്പോൾ കുറച്ച് കോമഡി കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷെ ആ കോമഡി ഇത്ര വന്നിട്ടില്ല. കാരണം ഇപ്പൊ പണ്ടത്തെ സിനിമകള് ക്രേസി ഗോപാലെ
പറക്കുന്നളി അങ്ങനത്തെ ഫുൾ എന്റർടൈൻമെന്റ് പടമില്ലേ, ആ അതേപോലത്തെ ഒരു പടം അല്ല അത്. കാരണം ഇതിൽ നിന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോ കുറച്ച് ഇമോഷണൽ, ക്ലൈമാക്സ് അല്ല, പകുതി പകുതി തുടങ്ങി മറ്റേ ഇമോഷണൽ ടച്ചിലേക്ക് വന്നിട്ടുണ്ട് പടം. കൂടുതൽ അതെ, പുള്ളിയുടെ ആക്ടിങ് ആണ് അതിൽ കാണേണ്ടത്. അപ്പൊ എന്നിരുന്നാലും പടം കുഴപ്പമില്ല. അപ്ഡേറ്റ് ചെയ്തൊക്കെ, അതായത് പുള്ളിയുടെ സേഫ് സോൺ എന്ന് പറഞ്ഞ കോമഡി ട്രാക്കാണ്, പക്ഷെ അത് മാറ്റി പുള്ളി ഒരു സീരിയസ് റോളിലേക്ക് ഇതിൽ കയറിയിട്ടുണ്ട്. എന്തായാലും അത് ഫീൽ ചെയ്തു തിയേറ്ററിൽ. അതെ, അപ്ഡേഷൻ തന്നെ. അതായത് പുള്ളിയുടെ പെർഫോമൻസ് ആണ് നല്ല കിടില. എത്ര നാളത്തെ ഗ്യാപ്പ് ഇട്ടിട്ടും പുള്ളി നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോൺ ആന്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം. അതായത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും, അതേപോലെ യൂത്തിന് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഉറപ്പാണ്. പടം നന്നായിട്ടുണ്ട്. ഏതായാലും ദിലീപ് എന്ന നടൻ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട ഒരുപാട് കഥാപാത്രങ്ങൾ ഏതായാലും ഇത്ര വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ അത് വിട്ടുപോയിട്ടില്ല എന്ന് ഈ ചിത്രത്തിലൂടെ അത് തെളിയിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലതാരമായിട്ട് വന്ന വിനീത് കുമാർ എന്ന അദ്ദേഹം നടനായി നായകനായിട്ടും വന്നിട്ടുണ്ട് സിനിമ. ഇപ്പം അദ്ദേഹം ഡയറക്ഷൻ മേഖലയിലും സ്ഥിരത ഉറപ്പിച്ചെന്ന് ഈ പടം കണ്ടു വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് വിനീത് കുമാറിൻ്റെ ഇനി ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ദിലീപ് ഏട്ടൻ ഒന്നുമില്ലാതെ ഇത്ര വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പടം നന്നായിട്ടുണ്ട്. വിനീത് കുമാർ നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികമാർ, ഒരുപാട് നായികമാരെ എങ്ങനെയൊക്കെ ഇത് ഓരോ കഥാപാത്രങ്ങൾ കൊടുത്ത് അത് ലാസ്റ്റ് നമ്മളത് എന്തായാലും ഒരു ഞെട്ടിച്ച് കളഞ്ഞു. ലാസ്റ്റത്തെ ക്ലൈമാക്സിന് എന്തായാലും നന്നായിട്ട് എടുത്തു. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണുക. എങ്ങനെ കോമഡിയിൽ അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ദിലീപ് ഏട്ടൻ സംസാരിക്കുന്ന ഓരോ സംസാര ശൈലിയൊക്കെ കോമഡിയിലൂടെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർ അതിലൂടെ ചിരിക്കേണ്ടത് എന്തായാലും. കാരണം ഇതിൽ അങ്ങനത്തെ ഒരു ലാഗൊന്നും വന്നിട്ടില്ല. എന്തായാലും ധൈര്യപൂർവ്വം എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ വന്ന് കാണാം. വേറെ നിങ്ങൾ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ ചിത്രം ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് കിട്ടിയൊരു സമ്മാനമാണ്. ഈ അവധിക്കാലത്ത് കുടുംബവുമൊത്ത് തിയേറ്ററിൽ വന്ന് ആഘോഷിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം. പിന്നെ 2024 ഒരുപിടി ചിത്രങ്ങളാണ് 100 കോടി ക്ലബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാളി പ്രേക്ഷകരുടെ മാറിയ ശീലമാണ് കാണിക്കുന്നത്. കുടുംബവുമൊത്ത് ആ ഒരു 2.5-3 മണിക്കൂറോളം തിയേറ്ററിൽ ചെലവഴിക്കാൻ നല്ലൊരു ചിത്രമാണെങ്കിൽ അവർ വരുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ദിലീപിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവം ഈ ഒരു ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. കോമഡിക്ക് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ലൊരു കുടുംബചിത്രം, നല്ലൊരു ലവ് സ്റ്റോറി ഉള്ള ഒരു നല്ലൊരു ചിത്രം. സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. നായികമാരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.